ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ഓർ DBMS. DBMSന് ഒരു ഇൻട്രൊഡക്ഷൻ, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. DBMS എന്താണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ആരാണ് DBMS യൂസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സോ DBMS എന്താണെന്ന് പറയുന്നതിൻ്റെ മുന്നേ ഡേറ്റാബേസ് എന്താണ്, ഡേറ്റ എന്താണെന്നൊക്കെ കാണാം. എ ഡേറ്റാബേസ് ഇസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റ. ഒരു ഡേറ്റാബേസിനെ കുറിച്ചുള്ള ഏറ്റവും ജനറിക് ആയിട്ടുള്ളൊരു ഡെഫിനേഷനാണിത്. ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റ. റിലേറ്റഡ് ഡേറ്റയുടെ കളക്ഷനാണ്. അതായത് ഒരു ഡേറ്റാബേസിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഡേറ്റയൊക്കെ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. അപ്പോൾ എന്താണ് ഡേറ്റ? ഡേറ്റ ആർ നോൺ ഫാക്ട്സ് ദാറ്റ് ക്യാൻ ബി റെക്കോർഡഡ് ആൻഡ് ദാറ്റ് ഹാവ് ഇംപ്ലിസിറ്റ് മീനിങ്. ഒരു ഡേറ്റാബേസിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഡേറ്റ എന്താണെന്ന് പറഞ്ഞത്. പല സിറ്റുവേഷനിലും ഡേറ്റ എന്നുള്ളത് നമുക്ക് പല രീതിയിൽ പറയാം. അപ്പോൾ ഡേറ്റാബേസിൻ്റെ കേസിൽ, ഡേറ്റാബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് ഡേറ്റയാണ്. അത് നമ്മൾ കളക്ഷൻ ഓഫ് ഡേറ്റ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ സ്റ്റോർ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റിയ ഡേറ്റേനെ ഫാക്ട്സിനെ മാത്രമാണ് നമ്മൾ ഡേറ്റ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഡേറ്റയുടെ ഡെഫിനിഷൻ ഇങ്ങനെ പറയുന്നത്. നോൺ ഫാക്ട്സ് ആണ് ദാറ്റ് ക്യാൻ ബി റെക്കോർഡഡ് ആൻഡ് ദാറ്റ് ഹാവ് സം ഇംപ്ലിസിറ്റ് മീനിങ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫാക്റ്റിനെയാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുക. അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റയുടെ കളക്ഷനെയാണ് ഡേറ്റാബേസ് എന്ന് പറയും. അപ്പോൾ ഈ ഡേറ്റാബേസ് എന്ന് പറഞ്ഞ വേർഡ് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. നിങ്ങൾ പല സ്ഥലത്തും അത് കേട്ടിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണ്. യൂട്യൂബിനൊരു ഡേറ്റാബേസ് ഉണ്ട്. ആ ഡേറ്റാബേസിനകത്തു നിന്നാണ് ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണെന്ന് വെച്ചാൽ ഈ വീഡിയോസൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് യൂട്യൂബിൻ്റെ ഒരു ഡേറ്റാബേസിലാണ്. യൂട്യൂബിൻ്റെ ഡേറ്റാബേസിൽ വീഡിയോ മാത്രമാണോ ഉണ്ടാവുക? അല്ല, യൂട്യൂബിൻ്റെ ഡിഫറെൻറ്റ് യൂസേഴ്സ് ഉണ്ട്. അവരുടെ ആ യൂസേജ് ഹിസ്റ്ററി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മുടെ ഏത് ലൊക്കേഷനിൽ നിന്നാണത് ആക്സസ് ചെയ്യണത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ കേരളത്തിലിരുന്നു കൊണ്ട് ആക്സസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വീഡിയോസ് അല്ല വേറെ പുറത്ത് ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് നിങ്ങൾ യൂട്യൂബ് എടുക്കുകയാണെങ്കിൽ അവിടെ കാണിക്കാതായിരിക്കില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ആക്സസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് മലയാളം വീഡിയോസൊക്കെ വരുന്നത്. അങ്ങനെ അപ്പോൾ നമ്മുടെ കുറേ കാര്യങ്ങൾ, നമ്മുടെ ലൊക്കേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ സ്റ്റോർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഓരോ യൂസറിൻ്റെയും അക്കൗണ്ടിൻ്റെയൊക്കെ ഭാഗമായിട്ട്. അപ്പോൾ യൂട്യൂബിൻ്റെ ഡേറ്റാബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വീഡിയോസ് ഉണ്ട്, അത് യൂസർ ഇൻഫോർമേഷനും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം റിലേറ്റഡ് ആണ്. ആ യൂട്യൂബിലെ ആ യൂസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് ആ ഡേറ്റാബേസിനകത്ത് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റയുടെ ഒരു കളക്ഷൻ, ആ യൂട്യൂബിന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഡേറ്റയുടെ കളക്ഷനായിരിക്കും അതിൻ്റെ ഡേറ്റാബേസിൽ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ റിലേറ്റഡ് കളക്ഷൻ ഓഫ് ഡേറ്റ ഏത് രീതിയിൽ വെച്ചാലും നമ്മൾ അതിനെ ഡേറ്റാബേസ് എന്ന് പറയില്ല. ഇറ്റ് ഹാസ് ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ്. താഴെ പറഞ്ഞ ഈ 3 പ്രോപ്പർട്ടീസ്, ഈ പ്രോപ്പർട്ടീസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കളക്ഷൻ ഓഫ് ഡേറ്റയാണ് ഡേറ്റാബേസ് നമ്മൾ സാധാരണ പറയാം. ഇറ്റ് റെപ്രസെൻറ്റ് സം ആസ്പെക്റ്റ് ഓഫ് ദി റിയൽ വേൾഡ് കോൾഡ് മിനി വേൾഡ് ഓർ യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ്. അപ്പോൾ എപ്പോഴും ഡേറ്റാബേസ് എന്ന് പറയുന്നത് ഒരു റിയൽ വേൾഡിൻ്റെ ഒരു ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു സ്മോൾ പോർഷൻ ഓഫ് ദി റിയൽ വേൾഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേറ്റാബേസ് യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ഡിഫറെൻറ്റ് കോളേജസും കോഴ്സസും ആ കോഴ്സുകൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം, ഫീസ് സ്ട്രക്ചർ എന്താണ്, സിലബസ് എന്താണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും നമുക്ക് ആവശ്യം ഉണ്ടാവുക ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വഴി ആക്സസ് ചെയ്യണം. ഈ വെബ്സൈറ്റ് വഴി അതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ഡേറ്റാബേസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡേറ്റാബേസിനെയാണ് ത്രൂ ആ വെബ്സൈറ്റ് നമ്മൾ ആക്സസ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ആ റിയൽ വേൾഡിലെ ആ ഒരു യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് റിയൽ വേൾഡിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പക്ഷേ റിയൽ വേൾഡിൻ്റെ മൊത്തം കാര്യങ്ങൾ, നമ്മുടെ വേൾഡിലെ എല്ലാ കാര്യങ്ങളും കൂടെ നമ്മളൊരു ഡേറ്റാബേസിലല്ല വെക്കുക. അതിൽ നമുക്ക് ആവശ്യമുള്ള ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ആവശ്യമുള്ള ഒരു പോർഷൻ ഓഫ് ദി റിയൽ വേൾഡ് ആണ് നമ്മൾ ശരിക്കും ആ ഡേറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് റെപ്രസെൻറ്റ് സം ആസ്പെക്റ്റ് ഓഫ് റിയൽ വേൾഡ്. അപ്പോൾ ആ ഒരു റിയൽ വേൾഡിൻ്റെ ഒരു പോർഷൻ ഓഫ് റിയൽ വേൾഡിന് നമ്മൾ ത്രൂ ഡേറ്റാബേസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ മിനി വേൾഡ് അല്ലെങ്കിൽ യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ ലോജിക്കലി കോഹറൻറ്റ് കളക്ഷൻ ഓഫ് ഡേറ്റ വിത്ത് സം ഇൻഹറൻറ്റ് മീനിങ്. ലോജിക്കലി കോഹറൻറ്റ് എന്ന് പറഞ്ഞാൽ ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഡേറ്റയാണ്. അതിനൊരു ഇൻഹറൻറ്റ് മീനിങ് ഉണ്ട്, ഒരു മീനിങ് ഉള്ള ഡേറ്റയാണ്. ദെൻ ഇറ്റ് ഇസ് ഡിസൈൻഡ്, ബിൽറ്റ് ആൻഡ് പോപ്പുലേറ്റഡ് വിത്ത് ഡേറ്റ ഫോർ സ്പെസിഫിക് പേർപ്പസ്. എന്തെങ്കിലും ഒരു സ്പെസിഫിക് പേർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളൊരു ഡേറ്റാബേസ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക, അതിനകത്ത് ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അതായത് നമുക്കിപ്പോൾ ഒരു ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റം വേണം. അപ്പോൾ ആ ലൈബ്രറി മാനേജ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ അതിനാവശ്യമുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അതിൻ്റെ ഡേറ്റാബേസിൽ വയ്ക്കുക. അവിടെ ആ ലൈബ്രറിയിൽ അവൈലബിൾ ആയിട്ടുള്ള ബുക്സ്, എന്തൊക്കെ കാറ്റഗറീസ് ഓഫ് ബുക്സ് ഉണ്ട്, ഓരോ ബുക്ക് ഷെൽഫിനകത്തേക്കും ഏതൊക്കെ ബുക്കുകളാണ് വെച്ചിട്ടുള്ളത്, ഏതൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ട്, അവരുടെ കയ്യിലുള്ള ബുക്ക് എന്താണ്, എന്നാണ് ഇഷ്യൂ ചെയ്തത്, എന്നാണ് റിട്ടേൺ വേണ്ടത്, അവർക്ക് എന്തൊക്കെ ഫൈൻ കൊടുക്കാനുണ്ടോ, ഒരു യൂസർ എത്ര ഫൈൻ അടച്ചിട്ടുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അതൊക്കെയായിരിക്കും ഒരു ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് ഹാൻഡിൽ ചെയ്യേണ്ടി വരിക. അപ്പോൾ
അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അതിൻ്റെ ഡേറ്റാബേസിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സ്പെസിഫിക് പേർപ്പസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ട് പോപ്പുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കളക്ഷൻസാണ് ഈ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ 3 പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും ഒരു ഡേറ്റാബേസിന്. അപ്പോൾ നമ്മൾ ഡേറ്റാബേസ് എന്താ, ഡേറ്റ എന്താന്ന് പറഞ്ഞു. ഇനി എന്താണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം? എ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓർ DBMS ഇസ് എ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് എനേബിൾസ് യൂസേഴ്സ് ടു ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ എ ഡേറ്റാബേസ്. അപ്പോൾ ഡേറ്റാബേസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും. മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഡേറ്റാബേസിന് നമുക്ക് ആവശ്യമുള്ള പോലെ നമ്മൾ യൂസ് ചെയ്യുക, അതിനകത്ത് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വരുത്തുക, ചേഞ്ചസ് ഒക്കെ വരുത്തുക, പുതിയ ഡേറ്റ അതിനകത്തേക്ക് ആഡ് ചെയ്യുക, അങ്ങനെ അതിനൊക്കെയാണ് നമ്മൾ മെയിൻ്റനൻസ് എന്ന് പറയുക. അപ്പോൾ ഒരു ഡേറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന കളക്ഷൻ ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയും. അതായത് ആ ഡേറ്റാബേസിനെ മാനേജ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം, സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. സോ ഇൻ എ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ സിസ്റ്റം, ഇറ്റ് ഈസ് എ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ സിസ്റ്റം ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ദി പ്രോസസ് ഓഫ് ഡിഫൈനിങ്, കൺസ്ട്രക്റ്റിംഗ്, മാനിപ്പുലേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് ഡേറ്റാബേസ് എമംഗ് വേരിയസ് യൂസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ അതൊരു ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ ആണ്. അതിന് 4 ഫങ്ഷൻസ് ആണുള്ളത്: ഡിഫൈനിങ്, കൺസ്ട്രക്റ്റിംഗ്, മാനിപ്പുലേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് ഡേറ്റാബേസ്. അപ്പോൾ ഡിഫറെൻറ്റ് യൂസേഴ്സിന് എമംഗ് അത് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിന് എമംഗ് അതിനെ ഷെയർ ചെയ്യുക, അതിനെ ഡിഫൈൻ ചെയ്യുക, കൺസ്ട്രക്റ്റ് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് DBMSൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ ഓരോ ഫങ്ഷനും എന്താ നോക്കുക. ഫസ്റ്റ് ഫങ്ഷൻ ഡിഫൈനിങ്. ഡിഫൈനിങ് ഇൻവോൾവ്സ് സ്പെസിഫൈങ് ദി ഡേറ്റ ടൈപ്പ്, സ്ട്രക്ചേഴ്സ് ആൻഡ് കൺസ്ട്രെയിൻറ്റ്സ് ഓഫ് ഡേറ്റ. അപ്പോൾ ഒരു ഡേറ്റാബേസിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യേണ്ട ഡേറ്റ, അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണ്, അത് എന്ത് ഫോർമാറ്റിലാണ്, എന്ത് സ്ട്രക്ചറിലാണ് നമ്മൾ ഡേറ്റേനെ അവിടെ ഓർഗനൈസ് ചെയ്ത് വെക്കേണ്ടത്, എന്തെങ്കിലും കൺസ്ട്രെയിൻറ്റ്സ് വേണോ ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്യുക. അവിടെയാണ് നമ്മൾ ഡെഫിനിഷൻ എന്നുള്ളത് ഉദ്ദേശിച്ചത്. അപ്പോൾ കൺസ്ട്രെയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് എക്സാമ്പിൾ ഞാൻ പിന്നീട് കാണിക്കാം. അപ്പോൾ ഇതാണ് ഡിഫൈനിങ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ്. ആൻഡ് ദ ഡെഫിനിഷൻ ഇസ് സ്റ്റോർഡ് ഇൻ ഡേറ്റാബേസ് കാറ്റലോഗ് ഓർ ഡിക്ഷണറി. അപ്പോൾ ഇങ്ങനൊരു ഡേറ്റാബേസിനെ ഡിഫൈൻ ചെയ്താൽ ആ ഡെഫിനിഷൻ, അതായത് ഒരു ഡേറ്റാബേസിനകത്ത് സാധാരണ നമ്മൾ ടേബിൾ ഫോർമാറ്റിലായിരിക്കും വയ്ക്കുക. ടേബിൾ ഫോർമാറ്റിൽ ഡേറ്റ വയ്ക്കുന്ന ഡേറ്റാബേസുകൾ നമ്മൾ റിലേഷണൽ ഡേറ്റാബേസ് എന്നാണ് പറയുക. അപ്പോൾ റിലേഷണൽ ഡേറ്റാബേസ് ആണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ടേബിൾസ് ഉണ്ട്, ഓരോ ടേബിളിനകത്ത് എന്തൊക്കെ കോളംസ് ഉണ്ട്, ആ ഓരോ കോളത്തിൻ്റെയും ഡേറ്റ ടൈപ്പ് എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ആ ടേബിളിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റാബേസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ആ ഡെഫിനിഷൻ ഒരു ഡേറ്റാബേസ് കാറ്റലോഗ് അല്ലെങ്കിൽ ഡിക്ഷണറി എന്ന് പറയും, അതിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക. ആൻഡ് ആ ഡെഫിനേഷനെ നമ്മൾ മെറ്റാ ഡേറ്റ എന്നാണ് പറയുക. ദെൻ സെക്കൻഡ് ഫങ്ഷൻ ഇസ് കൺസ്ട്രക്റ്റിംഗ്. കൺസ്ട്രക്റ്റിംഗ് മീൻസ് ദി പ്രോസസ് ഓഫ് സ്റ്റോറിങ് ദി ഡേറ്റ ഇൻ സം സ്റ്റോറേജ് മീഡിയം ദാറ്റ് ഇസ് കൺട്രോൾഡ് ബൈ ദി DBMS. അപ്പോൾ കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഡേറ്റാബേസ് വേണ്ടത് തീരുമാനിച്ചു, പിന്നെ അതിനെ കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് ആ ഡേറ്റാബേസിനെ ഉണ്ടാക്കുക, ഏതെങ്കിലും ഒരു സ്റ്റോറേജ് മീഡിയത്തിൽ അതിനെ സ്റ്റോർ ചെയ്യുക, അതാണ് കൺസ്ട്രക്റ്റിംഗ്. ദെൻ മാനിപ്പുലേറ്റിംഗ് ഫങ്ഷൻ സച്ച് ആസ് ക്വറിയിങ് ദി ഡേറ്റാബേസ് ടു റിട്രീവ് സ്പെസിഫിക് ഡേറ്റ, ദെൻ അപ്ഡേറ്റിംഗ് ദി ഡേറ്റാബേസ് ആൻഡ് ജനറേറ്റിംഗ് റിപ്പോർട്ട്സ്. ഇതിനൊക്കെയാണ് മാനിപ്പുലേറ്റിംഗ് എന്ന് പറയുന്നത്. ക്വറി ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അതിനകത്തുനിന്ന് ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കുക, അതിനാണ് നമ്മൾ ക്വറി ചെയ്യുക എന്ന് പറയുക. ദെൻ അതിനകത്ത് ഡേറ്റ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുക, ദെൻ അതിൽ ഡേറ്റയെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും റിപ്പോർട്ട്സ് ഒക്കെ ജനറേറ്റ് ചെയ്യുക, ആ ഡേറ്റയൊക്കെ യൂസ് ചെയ്തുകൊണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മാനിപ്പുലേറ്റിംഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ വരുന്നത്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് DBMS ആണ്. ദെൻ ഷെയറിംഗ് that allows multiple users and programs to access the database simultaneously. അപ്പോൾ മൾട്ടിപ്പിൾ യൂസേഴ്സിന് അല്ലെങ്കിൽ പ്രോഗ്രാംസിന് ഡേറ്റാബേസിനെ ഒരേ സമയത്ത് സൈമിൾട്ടേനിയസ് ആയിട്ട് ആക്സസ് ചെയ്യാൻ അതിനെ അലോ ചെയ്യാം. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് DBMS ആണ്. അപ്പോൾ 4 ഫങ്ഷൻസ് ആണ്: ഡിഫൈനിങ്, കൺസ്ട്രക്റ്റിംഗ്, മാനിപ്പുലേറ്റിംഗ് ആൻഡ് ഷെയറിംഗ്. ദെൻ ഇതല്ലാണ്ട് വേറെ 1-2 ഫങ്ഷൻസ് കൂടെ വരുന്നുണ്ട്. അതാണ് പ്രൊട്ടക്റ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എന്നൊക്കെ പറയുന്നത്. പ്രൊട്ടക്റ്റിംഗ് ദി ഡേറ്റാബേസ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇറ്റ് ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. അതും DBMSൻ്റെ ഫങ്ഷൻസ് തന്നെയാണ്. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഇൻക്ലൂഡ്സ് സിസ്റ്റം പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ മാൽ ഫങ്ഷൻ ഓർ ക്രാഷ് ആൻഡ് സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അൺഓതറൈസ്ഡ് ഓർ മലീഷ്യസ് ആക്സസ്. അപ്പോൾ ഒരു സിസ്റ്റത്തിനെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റാബേസ് സിസ്റ്റത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്. ഒന്ന് സിസ്റ്റം പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ മാൽ ഫങ്ഷൻ. എന്തെങ്കിലും ഒരു ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഫെയിലായിപ്പോയി അല്ലെങ്കിൽ ക്രാഷ് ആയിപ്പോയി ആ ക്രാഷ് എന്ന് അല്ലെങ്കിൽ ആ ഒരു മാൽ ഫങ്ഷൻ എന്ന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഡേറ്റേനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ദെൻ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അൺഓതറൈസ്ഡ് ആക്സസ്. ആ ഡേറ്റാബേസ് ആക്സസ് ചെയ്യാൻ പാടില്ലാത്ത ഒരാൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഡേറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ആ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. ദെൻ മെയിൻറ്റെയിനിങ് ദി ഡേറ്റാബേസ് സിസ്റ്റം മീൻസ് അലോവിങ് ദി സിസ്റ്റം ടു ഇവോൾവ് ആസ് റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ഓവർ ടൈം. ഒരു ഡേറ്റാബേസ് സിസ്റ്റം നമ്മളുണ്ടാക്കിയാൽ ഒരുപാട് വർഷങ്ങൾ നമ്മളത് യൂസ് ചെയ്യും.
അല്ലാണ്ട് 1-2 ആഴ്ചയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഉണ്ടാക്കുക, ഒരുപാട് വർഷങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ ഇതേ സ്ട്രക്ചറിൽ തന്നെ ഇതേ ഡേറ്റ വെച്ചിട്ട് തന്നെ ആയിരിക്കില്ല പോവുക. നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മുടെ റിക്വയർമെൻറ്റ്സ് മാറി മാറി വരുന്നതിനനുസരിച്ച് നമ്മൾ അതിങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് പോകണം. അപ്പോൾ അതിനെയാണ് നമ്മൾ മെയിൻ്റനൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക, ഒരു ലോങ് പീരിയഡ് ഓഫ് ടൈം ആ ഡേറ്റാബേസിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, അതും DBMSൻ്റെ ഫംഗ്ഷനാണ്. ദെൻ അപ്പോൾ നമ്മൾ ഡേറ്റാബേസും പറഞ്ഞു, DBMSും പറഞ്ഞു. ദെൻ ഡേറ്റാബേസ് സിസ്റ്റം, എ ഡേറ്റാബേസ് ആൻഡ് ദി DBMS സോഫ്റ്റ്വെയർ ടുഗെദർ ഇസ് കോൾഡ് എ ഡേറ്റാബേസ് സിസ്റ്റം. അപ്പോൾ ഒരു DBMS സോഫ്റ്റ്വെയറും ആ ഡേറ്റാബേസും അത് രണ്ടും കൂടെ ചേർന്നതിനെയാണ് നമ്മളൊരു ഡേറ്റാബേസ് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമ്മുടെ DBMS അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ സോഫ്റ്റ്വെയറുകളുണ്ട്. നിങ്ങൾ ഓറക്കിൾ എന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ MySQL എന്ന് കേട്ടിട്ടുണ്ടാവും, ദെൻ മൈക്രോസോഫ്റ്റ് ആക്സസ് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഡിഫറെൻറ്റ് DBMS സിസ്റ്റംസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള DBMS സിസ്റ്റംസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡേറ്റാബേസുകൾ ക്രിയേറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് ഡേറ്റാബേസിന് എക്സാമ്പിൾസും കുറേ ക്വറീസൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത് MySQL എന്ന് പറഞ്ഞിട്ടുള്ള DBMS സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടാണ്. ദെൻ എങ്ങനെയാണ് ഒരു ഡേറ്റാബേസ് സിസ്റ്റം എൻവിറോൺമെൻറ്റ്? ഒരു ഡേറ്റാബേസ് സിസ്റ്റം എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡേറ്റാബേസ് സിസ്റ്റം ഉണ്ട്, അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും യൂസേഴ്സും ഒക്കെ ഉണ്ട്. സോ ദി യൂസേഴ്സ് ഓർ പ്രോഗ്രാമേഴ്സ് ദേ ഇൻട്രാക്ട് വിത്ത് DBMS സോഫ്റ്റ്വെയർ ത്രൂ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഓർ ക്വറീസ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാംസോ അല്ലെങ്കിൽ ക്വറീസൊക്കെ എന്താ നമ്മളിനി കാണും കേട്ടോ. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് വഴി അല്ലെങ്കിൽ ക്വറീസ് ഉപയോഗിച്ചുകൊണ്ട് DBMS സോഫ്റ്റ്വെയറിനെ ഒരു യൂസർ അല്ലെങ്കിൽ പ്രോഗ്രാമർ ആക്സസ് ചെയ്യും. ഈ DBMS സോഫ്റ്റ്വെയറിൻ്റെ വഴിയാണ് നമ്മൾ ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റ എടുക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റോർഡ് ഡേറ്റാബേസ് ഉണ്ട്, ആ സ്റ്റോർ ഡേറ്റാബേസും അതിനെക്കുറിച്ചിട്ടുള്ള മെറ്റാ ഡേറ്റയാണ് അതിൻ്റെ കൂടെ ഉണ്ടാവുക. അപ്പോൾ ഡേറ്റാബേസ് ഉണ്ട്, ആ ഡേറ്റാബേസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡേറ്റയുണ്ട്. ഇതിനെ രണ്ടിനെ ഈ DBMS സോഫ്റ്റ്വെയർ ആണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ DBMS സോഫ്റ്റ്വെയറുമായിട്ട് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് യൂസ് ചെയ്തുകൊണ്ടോ ക്വറി യൂസ് ചെയ്തുകൊണ്ടോ ആയിരിക്കും യൂസേഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാമേഴ്സ് ഇൻട്രാക്ട് ചെയ്യുക. DBMS സോഫ്റ്റ്വെയറിനകത്ത് 2 പാർട്ടാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഒന്ന് സോഫ്റ്റ്വെയർ ടു പ്രോസസ് ക്വറീസ് ഓർ പ്രോഗ്രാംസ്. അപ്പോൾ ക്വറീസ് വെച്ചിട്ടാണ് ഡേറ്റ ആക്സസ് ചെയ്യാൻ നോക്കണമെന്നുണ്ടെങ്കിൽ ആ ക്വറീസിനെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു പാർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ആ പ്രോഗ്രാംസിനെ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിനെ പ്രോസസ്സ് ചെയ്യാനായിട്ടൊരു പാർട്ട് ഉണ്ടാവും. ദെൻ ദി സോഫ്റ്റ്വെയർ ടു ആക്സസ് സ്റ്റോർഡ് ഡേറ്റ. അപ്പോൾ ആ ക്വറീസിനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ എന്താണ് ക്വറി ചെയ്തതെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ഡേറ്റാബേസിൽ നിന്ന് ആക്സസ് ചെയ്യണം. അപ്പോൾ ആ ആക്സസിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡേറ്റേനെ റിട്രീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണ ഒരു സോഫ്റ്റ്വെയർ പാർട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ക്വറി പ്രോസസ്സ് ചെയ്യാനും അതുപോലെ ഇതിനകത്തുനിന്ന് ഡേറ്റാബേസിനകത്ത് ഡേറ്റ ആക്സസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണതൊക്കെ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ, ഇതൊക്കെ DBMS സോഫ്റ്റ്വെയറിൻ്റെ പാർട്ടാണ്. ഇത് വളരെ ഒരു ഹൈ ലെവൽ വ്യൂ ആണ്. ഇതിൽ ഓരോ സെക്ഷനും ഒക്കെ നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് DBMSൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മളിനി കാണും. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഡേറ്റാബേസ് യൂസേഴ്സ് ഉണ്ട്, അവർ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ക്വറി യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ DBMS സോഫ്റ്റ്വെയറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. DBMS സോഫ്റ്റ്വെയർ ആണ് ഡേറ്റാബേസിനകത്തുനിന്ന് ഡേറ്റ എടുത്തിട്ട് യൂസറിന് കൊടുക്കുക. അപ്പോൾ ഡേറ്റ കിട്ടണം എന്നുണ്ടെങ്കിൽ യൂസർ ഒരു ക്വറി വഴി അത് ചോദിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ പ്രോഗ്രാം വഴി ചോദിക്കണം. ആപ്ലിക്കേഷൻ പ്രോഗ്രാം വഴി ചോദിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവിടെയുള്ള ഒരു കോഴ്സിൻ്റെ ഫീസ് സ്ട്രക്ചർ നോക്കിയെന്ന് വിചാരിക്കുക. ഈ ഫീസ് സ്ട്രക്ചറും കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉള്ളത് യൂണിവേഴ്സിറ്റിയുടെ ഡേറ്റാബേസിലാണ്. പക്ഷേ നിങ്ങൾ നേരിട്ട് യൂണിവേഴ്സിറ്റി ഡേറ്റാബേസിൽ പോയി എടുക്കുക, അല്ലെങ്കിൽ ഡേറ്റാബേസിൽ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ഉള്ളതെന്നൊന്നും അറിയണില്ല. ആ ഒരു ഫീസ് സ്ട്രക്ചർ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഇൻ്റർഫേസ് അവിടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ത്രൂ ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റാണ് ഇത് ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം. അപ്പോൾ ആ വെബ്സൈറ്റ് വഴിയാണ് നമ്മളത് എടുക്കുക. അപ്പോൾ അങ്ങനെയാവാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വറി ചെയ്തിട്ടും എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡേറ്റാബേസ് സിസ്റ്റം എൻവിറോൺമെൻറ്റ് വരുന്നത്. ദെൻ ഒരു ഡേറ്റാബേസിന് ഒരു എക്സാമ്പിൾ പറയാം. ഒരു റിലേഷണൽ ഡേറ്റാബേസാണ്, അതായത് ടേബിൾസ് വെച്ചുകൊണ്ട് ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഡേറ്റാബേസാണ്. ഒരു കോളേജിലെ സ്റ്റുഡൻസും കോഴ്സും സ്റ്റുഡൻറ്റിൻ്റെ ഗ്രേഡ് റിപ്പോർട്ടൊക്കെ വരുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡേറ്റാബേസാണ്. ഈ ഡേറ്റാബേസിനകത്ത് 4 ടേബിൾസ് ഉണ്ട്: സ്റ്റുഡൻറ്റ് ടേബിൾ, കോഴ്സ് ടേബിൾ, സെക്ഷൻ ടേബിൾ ആൻഡ് ഗ്രേഡ് റിപ്പോർട്ട് ടേബിൾ. സ്റ്റുഡൻറ്റ് ടേബിളിനകത്ത് ആ കോളേജിലെ ഡിഫറെൻറ്റ് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസാണ് ഉണ്ടാവുക. ജസ്റ്റ് എക്സാമ്പിളായിട്ട് 2 സ്റ്റുഡൻസിനെ കൊടുത്താണ്. അപ്പോൾ അവരുടെ നെയിം ഉണ്ട്, സ്റ്റുഡൻറ്റ് നമ്പർ ഉണ്ട്, മേജർ എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസ്, BSc മാത്തമാറ്റിക്സ് എന്നൊക്കെ പറഞ്ഞില്ല. ഇപ്പോൾ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ മേജർ.
അവരുടെ ഡിഗ്രി ഏതാണെന്ന്. അപ്പോൾ അവരുടെ സ്റ്റുഡൻറ്റിൻ്റെ പേരുണ്ട്, സ്റ്റുഡൻറ്റ് നമ്പർ, ഇതിപ്പോൾ അഡ്മിഷൻ നമ്പറൊക്കെ പോലെ സ്റ്റുഡൻറ്റിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു നമ്പർ. ദെൻ അവരുടെ മേജർ ഏതാണ്, ഇപ്പോൾ CS എന്നുകൊണ്ട് ഉദ്ദേശിച്ച് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഇപ്പോൾ സ്മിത്ത് ബ്രൗൺ എന്ന് പറഞ്ഞ 2 സ്റ്റുഡൻറ്റ്സ്, അവരുടെ രജിസ്റ്റർ നമ്പേഴ്സ് അല്ലെങ്കിൽ അവരുടെ അഡ്മിഷൻ നമ്പർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പറുണ്ട്, അവരുടെ മേജർ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോഴ്സ് ടേബിളിനകത്ത് ആ കോളേജ് ഓഫർ ചെയ്യുന്ന ഡിഫറെൻറ്റ് കോഴ്സുകൾ, ആ കോഴ്സുകൾക്കൊക്കെ ഒരു കോഴ്സ് നമ്പർ ഉണ്ട്, അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഓഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ കോഴ്സിന് ഒരു കോഴ്സ് നമ്പർ ഉണ്ട്, അത് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഓഫർ ചെയ്യുന്നത്. അതുപോലെ ഡേറ്റ സ്ട്രക്ചേഴ്സും കോഴ്സ് നമ്പർ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ദെൻ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, അതിനൊരു കോഴ്സ് നമ്പർ ഉണ്ട്, മാത്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ഒരു ടേബിളിൽ. ദെൻ സെക്ഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഓരോ കോഴ്സിനെയും ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ടീച്ചേഴ്സ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക, വെച്ചാൽ ഓരോ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ സെക്ഷനും ഒരു നമ്പറുണ്ട്. സെക്ഷൻ 85 എന്ന് പറഞ്ഞത് മാത്ത് 2410 എന്ന് പറഞ്ഞ കോഴ്സിൻ്റെ ഭാഗമാണ്. മാത്ത് 2410 ഏതാണ്, കോഴ്സ് ടേബിളിൽ പോയി നോക്കിയാൽ അത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ആ ഒരു സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ കിങ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ടർ തന്നെ ഹാൻഡിൽ ചെയ്യുന്ന വേറൊരു സെക്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് വേറൊരു സെക്ഷൻ നമ്പർ ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് സെക്ഷൻ നമ്പേഴ്സ് ഉണ്ട്. ആ ഓരോ സെക്ഷനും ഏത് കോഴ്സിൻ്റെ ഭാഗമാണ്, അത് ഏത് ഇൻസ്ട്രക്ടറാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെക്ഷൻ ടേബിളിൽ വെച്ചിട്ടുള്ളത്. ദെൻ ഗ്രേഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു വേറൊരു ടേബിളുണ്ട്. ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ഗ്രേഡാണ്. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിൻ്റെ നമ്പർ ആ സ്റ്റുഡൻറ്റിന് ഓരോ സെക്ഷനിലും കിട്ടിയ ഗ്രേഡ്. അതായത് സ്റ്റുഡൻറ്റ് 17 എന്ന് പറഞ്ഞാൽ അത് ഏതാണ് സ്റ്റുഡൻറ്റ്, സ്മിത്താണ്. സ്റ്റുഡൻറ്റ് ടേബിളിൽ പോയാൽ അത് കിട്ടും. സ്മിത്തിന് 82, സെക്ഷൻ നമ്പർ 82ൽ A ആണ് ഗ്രേഡ്. സെക്ഷൻ നമ്പർ 82 ഏതാണ്, 82 എന്ന് പറഞ്ഞ സെക്ഷൻ CS 1310 എന്ന് പറഞ്ഞ കോഴ്സിൻ്റെയാണ്. CS 1310 എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ സയൻസ്. ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ കോഴ്സിൻ്റെ 82 എന്ന് പറഞ്ഞ സെക്ഷൻ, അതായത് ആൻഡേഴ്സൺ എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ടറുടെ സെക്ഷനിൽ ഈ സ്റ്റുഡൻറ്റിന് ഗ്രേഡ് A ആണ് എന്നുള്ളതാണ് ഈ ഗ്രേഡ് റിപ്പോർട്ടിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഈ ടേബിൾസ് എല്ലാം റിലേറ്റഡ് ആണ്. ഗ്രേഡ് റിപ്പോർട്ടിനകത്ത് സെക്ഷൻ ഏതാണെന്ന് അറിയാനുള്ള ഒരു ഐഡൻറ്റിഫയർ ഉണ്ട്. അതുപോലെ സ്റ്റുഡൻറ്റ് ഏതാണെന്ന് അറിയാനുള്ള ഐഡൻറ്റിഫയർ ഉണ്ട്. സ്റ്റുഡൻറ്റ് ഏത് സെക്ഷനിലൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കപ്പോൾ ഈ ടേബിൾസ് എന്നൊക്കെ ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടേബിൾസ് ഉണ്ട്. ഈ ഡിഫറെൻറ്റ് ടേബിൾസ് എല്ലാം റിലേറ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും കുറേ ടേബിളിലായിട്ട് ഡേറ്റ വയ്ക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇത്രയും ഡിഫറെൻറ്റ് ടേബിൾസിൽ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഡേറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാ ഡീറ്റെയിൽസും കൂടെ ഒറ്റ ടേബിളിൽ വെക്കാതെ പല പല ടേബിൾസായിട്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ടേബിൾസായിട്ട് ആയിരിക്കും അതിനകത്ത് ഡേറ്റ ഉണ്ടാവുക. അപ്പോൾ മെറ്റാ ഡേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ ടേബിൾ, ഈ ഒരു ഡേറ്റാബേസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എത്ര ടേബിൾസ് ഉണ്ട്, ഓരോ ടേബിളിലും എത്ര കോളം ഉണ്ട്, ഓരോ കോളത്തിൻ്റെയും ഡേറ്റ ടൈപ്പ് എന്താണ്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് നമ്പർ ആണെങ്കിൽ അതൊരു ഇൻറ്റീജർ നമ്പർ വേണം, സ്റ്റുഡൻറ്റ് നെയിം ആണെങ്കിൽ അതൊരു ക്യാരക്ടർ സ്ട്രിങ് ആണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നെയിമിനകത്ത് ഇപ്പോൾ ഡോളർ എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പൽ പാടില്ല. അങ്ങനെ കുറേ കൺസ്ട്രെയിൻസ് നമുക്ക് വെക്കാം. അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ യുണീക്ക് നമ്പർ ആയിരിക്കണം, അതായത് 2 സ്റ്റുഡൻസിന് ഒരേ നമ്പർ വരാൻ പാടില്ല. അങ്ങനെയുള്ള കൺസ്ട്രെയിൻസ് പറഞ്ഞു കൊടുക്കാം. അതുപോലെ ഇപ്പോൾ ഇവിടെ ഒരു ഗ്രേഡ് റിപ്പോർട്ടിൽ ഒരു സ്റ്റുഡൻറ്റ് നമ്പർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റ് ഈ കോളേജിലുള്ള സ്റ്റുഡൻ്റ് ആയിരിക്കണം. അപ്പോൾ ആ സ്റ്റുഡൻറ്റിൻ്റെ നമ്പറും പേരും ഒക്കെ സ്റ്റുഡൻറ്റ് ടേബിളിൽ ഒരു എൻട്രി ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കൺസ്ട്രെയിൻസ് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ആ ഡെഫിനിഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതായത് മെറ്റാ ഡേറ്റ എന്ന് പറയുന്നത് ഏതൊക്കെ ടേബിൾസ് ഉണ്ട്, ടേബിളിൽ എന്തൊക്കെ കോളംസ് ഉണ്ട്, ഓരോ കോളത്തിനും ഡേറ്റ ടൈപ്പ് എന്താണ്, എന്തെങ്കിലും കൺസ്ട്രെയിൻസ് ഉണ്ടോ, ടേബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ. അപ്പോൾ ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡേറ്റാബേസ് അപ്രോച്ച്. ഒരു ഡേറ്റാബേസ് അപ്രോച്ച് അല്ലെങ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഡേറ്റാബേസ് അപ്രോച്ചാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്? 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെയിനായിട്ടുള്ളത്. സെൽഫ് ഡിസ്ക്രൈബിംഗ് നേച്ചർ ഓഫ് ഡേറ്റാബേസ് സിസ്റ്റം, ദെൻ ഇൻസുലേഷൻ ബിറ്റ്വീൻ പ്രോഗ്രാംസ് ആൻഡ് ഡേറ്റ ആബ്സ്ട്രാക്ഷൻ, ദെൻ സപ്പോർട്ട് ഓഫ് മൾട്ടിപ്പിൾ വ്യൂസ് ഓഫ് ഡേറ്റ ആൻഡ് ഷെയറിംഗ് ഓഫ് ഡേറ്റ ആൻഡ് മൾട്ടി യൂസർ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയാൻ പോണേ. അപ്പോൾ ഫസ്റ്റ് സെൽഫ് ഡിസ്ക്രൈബിംഗ് നേച്ചർ ഓഫ് ഡേറ്റാബേസ് സിസ്റ്റം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, ഒരു ഡേറ്റാബേസിൻ്റെ കൂടെ ഡേറ്റ മാത്രമല്ല അതിൻ്റെ ഒരു ഡെഫിനേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെൽഫ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. സോ ഈ ഡേറ്റാബേസ് സിസ്റ്റം ഇസ് റെഫേർഡ് ടു ആസ് സെൽഫ് ഡിസ്ക്രൈബിംഗ് ബിക്കോസ് ഇറ്റ് നോട്ട് ഓൺലി കണ്ടെയ്ൻസ് ദി ഡേറ്റാബേസ് ഇറ്റ് സെൽഫ് ബട്ട് ഓൾസോ ദി കംപ്ലീറ്റ് ഡെഫിനിഷൻ ഓർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഡേറ്റാബേസ് സ്ട്രക്ചർ ആൻഡ് കൺസ്ട്രെയിൻസ്. ഒരു ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ കൺസ്ട്രെയിൻസ് എന്താ, അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷനും ഡേറ്റാബേസിൻ്റെ കൂടെ ഉണ്ടാവും. ആൻഡ് ദിസ് ഇൻഫർമേഷൻ ഇസ് സ്റ്റോർഡ് ഇൻ DBMS കാറ്റലോഗ് ആൻഡ് ഇസ് കോൾഡ് മെറ്റാ ഡേറ്റ. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനെ നമ്മൾ മെറ്റാ ഡേറ്റ എന്നാണ് പറയുക. അത് DBMS കാറ്റലോഗിലാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മളതിനെ ഡിക്ഷണറി എന്നൊരു വേർഡും പറയും. അപ്പോൾ DBMS കാറ്റലോഗിനകത്താണ് ഈ DBMSനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവുക, ആ മെറ്റാ ഡേറ്റ ഉണ്ടാവുക. അത് മെറ്റാ ഡേറ്റ കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ സച്ച് ആസ് സ്ട്രക്ചർ ഓഫ് ഈച്ച് ഫയൽ, ടൈപ്പ് ആൻഡ് ഡേറ്റ ഫോർമാറ്റ് ഓഫ് ഈച്ച് ഐറ്റം, വേരിയസ് കൺസ്ട്രെയിൻസ് ഓൺ ദി ഡേറ്റ.
അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് മെറ്റാ ഡേറ്റയിൽ ഉണ്ടാവുക. ആൻഡ് ദി കാറ്റലോഗ് ഇസ് യൂസ്ഡ് ബൈ DBMS സോഫ്റ്റ്വെയർ. അപ്പോൾ കാറ്റലോഗ് ആ DBMS കാറ്റലോഗ് യൂസ് ചെയ്യുന്നത് DBMS സോഫ്റ്റ്വെയർ യൂസ് ചെയ്യും. ആൻഡ് ബൈ ദി യൂസേഴ്സ് ഹൂ നീഡ് ഇൻഫർമേഷൻ അബൌട്ട് ഡേറ്റാബേസ് സ്ട്രക്ചർ. അപ്പോൾ ആ ഡേറ്റാബേസ് സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആവശ്യമുള്ള യൂസേഴ്സും അതുപോലെ DBMS സോഫ്റ്റ്വെയറും ഈ കാറ്റലോഗിനെ റെഫർ ചെയ്യും. Then next characteristic is insulation between programs and data abstraction. ഇൻ എ ഫയൽ ബേസ്ഡ് സിസ്റ്റം, അതായത് DBMS അല്ലെ ഡേറ്റാബേസ് വരുന്നതിൻ്റെ മുന്നേ ഡേറ്റ സ്റ്റോറേജിന് നമ്മൾ ഫ്ലാറ്റ് ഫയൽസാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഫയൽസിനകത്ത് ഡേറ്റ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ആ ഫയൽ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. ഇൻ എ ഫയൽ ബേസ്ഡ് സിസ്റ്റം ദി സ്ട്രക്ചർ ഓഫ് ദി ഡേറ്റ ഫയൽ ഇസ് ഡിഫൈൻഡ് ഇൻ ദി പ്രോഗ്രാംസ്. സോ ഇഫ് എ യൂസർ വാണ്ട്സ് ടു ചേഞ്ച് ദി സ്ട്രക്ചർ ഓഫ് എ ഫയൽ ഓൾ ദി പ്രോഗ്രാംസ് ദാറ്റ് ആക്സസ് ദാറ്റ് ഫയൽ മൈറ്റ് നീഡ് ടു ബി ചേഞ്ച്ഡ് ആസ് വെൽ. അപ്പോൾ ഒരു ഫയൽ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഫയൽ യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസിൽ, ഞാൻ ഡേറ്റ യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസിലെല്ലാം ആ ഒരു ഫയലിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് ആദ്യം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ആ സ്ട്രക്ചർ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അതിൽ ഡേറ്റേനെ ആക്സസ് ചെയ്യുക. അപ്പോൾ ആ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിലോ, ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ആ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസിൻ്റെ കൂടെ പുതിയൊരു കോളം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഫോൺ നമ്പർ വേണം. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അത് യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസിലും അതിനകത്താണ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ആ എല്ലാ പ്രോഗ്രാംസും മാറ്റേണ്ടി വരും. But in contrast, in a database approach, the structure is stored in the സിസ്റ്റം കാറ്റലോഗ്, അല്ലെങ്കിൽ ഡേറ്റാബേസിൻ്റെ സിസ്റ്റം കാറ്റലോഗിനകത്താണ് ആ ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് നോട്ട് ഇൻ പ്രോഗ്രാംസ്, അതായത് അതിന് ആക്സസ് ചെയ്യുന്ന പ്രോഗ്രാംസിൻ്റെ ഭാഗമായിട്ടല്ല സ്ട്രക്ചർ പറയുന്നത്, അതിന് പകരം ഡേറ്റാബേസിൻ്റെ ഭാഗമായിട്ട് തന്നെ അവിടെ ഒരു കാറ്റലോഗ് ഉണ്ട്, അതിനകത്താണ് സ്ട്രക്ചർ പറയുന്നത്. സോ സച്ച് ചേഞ്ചസ് ഇൻ ദി പ്രോഗ്രാംസ് നീഡ് നോട്ട് ബി റിക്വയർഡ് ഇൻ മോസ്റ്റ് കേസസ്. അപ്പോൾ ചെറിയൊരു കോളം ആഡ് ചെയ്യണം ഡേറ്റാബേസിൽ എന്നൊക്കെയുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ച് നമ്മൾ എവിടെയാണ് വരുത്തുക? ഡേറ്റാബേസിലും അതിൻ്റെ കാറ്റലോഗിലുമാണ് വരുത്തുക. പ്രോഗ്രാമിൽ അങ്ങനത്തെ ഒരു ചേഞ്ച് വരുത്തേണ്ടി വരില്ല. ആ ഒരു പുതിയ കോളം ആഡ് ചെയ്തത് യൂസ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാമിൽ മാത്രം അത് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇത് യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമും പോയിട്ട് മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഡേറ്റയും അതുപോലെ പ്രോഗ്രാംസും തമ്മിലൊരു ഇൻസുലേഷൻ ഉണ്ടെന്ന്, ഇത് തമ്മിൽ ഡയറക്റ്റ് കണക്റ്റഡ് അല്ല. ഒരു ചേഞ്ച് അവിടെ വന്നു എന്ന് ഓർത്തിട്ട് ഭയങ്കര മാറ്റം മറ്റടുത്ത് വരുത്തേണ്ട ആവശ്യം വരില്ല. സോ ദി ഇൻസുലേഷൻ ബിറ്റ്വീൻ പ്രോഗ്രാംസ് ആൻഡ് ഡേറ്റ ഇസ് ഓൾസോ കോൾഡ് പ്രോഗ്രാം ഡേറ്റ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇതിനെ ആ ഒരു പ്രോഗ്രാംസും ഡേറ്റയും തമ്മിലുള്ള ഇൻസുലേഷൻ, അതിനെ നമ്മൾ പ്രോഗ്രാം ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്നാണ് പറയുക. ആൻഡ് ദി ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് അലൗസ് പ്രോഗ്രാം ഡേറ്റ ഇൻഡിപെൻഡൻസ് ഇസ് കോൾഡ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഡേറ്റ ഇൻഡിപെൻഡൻസ് അലൗ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറിസ്റ്റിക് നമ്മൾ ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്നാണ് പറയുക. ദെൻ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് DBMS സിസ്റ്റം ഇസ് സപ്പോർട്ട് ഓഫ് മൾട്ടിപ്പിൾ വ്യൂസ് ഓഫ് ഡേറ്റ. ഈച്ച് യൂസർ ഓഫ് എ ഡേറ്റാബേസ് റിക്വയർ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഓർ വ്യൂ ഓഫ് എ ഡേറ്റാബേസ്. അതായത് ഒരു ഡേറ്റാബേസിന് പല യൂസേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ യൂസറിനും ഓരോ പെർസ്പെക്റ്റീവിലാണ് ആ ഡേറ്റാബേസിനെ കാണേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഓരോ വ്യൂ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഒരു കോളേജിലെ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉള്ളൊരു ഡേറ്റാബേസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ടീച്ചർക്ക് അറിയേണ്ടത് ഇപ്പോൾ ആ സ്റ്റുഡൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസ്സുകളിൽ, ഇപ്പോൾ ക്ലാസ് ട്യൂട്ടറാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഓരോ അവറിലെയും അറ്റൻഡൻസ് അറിയേണ്ടി വരും, ഇൻറ്റേർണൽ മാർക്കുകൾ അറിയേണ്ടി വരും, അസൈൻമെൻറ്റ്സ് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു ടീച്ചറിന് അറിയേണ്ടി വരിക. അതേസമയം ഇപ്പോൾ ഓഫീസിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ആ സ്റ്റുഡൻറ്റിൻ്റെ ഫീ കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടോ, കുട്ടിക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു ഓഫീസിൽ നിന്ന് അറിയേണ്ടി വരിക. അപ്പോൾ ഒരു ഓഫീസിൽ നിന്ന് ഇതേ ഡേറ്റാബേസ് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഓഫീസിന് കാണേണ്ട വ്യൂ അല്ല ഒരു ടീച്ചർക്ക് കാണേണ്ട വ്യൂ. അപ്പോൾ ഓരോ യൂസറിനും ഓരോ വ്യൂ ആയിരിക്കും ഒരു ഡേറ്റാബേസിൽ നിന്ന് ആവശ്യം. സോ എ വ്യൂ മേ ബി എ സബ്സെറ്റ് ഓഫ് ദി ഡേറ്റാബേസ്. അപ്പോൾ ഒരു ഡേറ്റാബേസിൽ നിന്ന് ഒരു യൂസറിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, അപ്പോൾ അതിൻ്റെ ഒരു സബ്സെറ്റ് അതായിരിക്കാം ഒരു വ്യൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓർ ഇറ്റ്സ് മേ കണ്ടെയ്ൻ വെർച്വൽ ഡേറ്റ വിച്ച് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദി ഡേറ്റാബേസ്. അപ്പോൾ അത് ഡേറ്റാബേസിൻ്റെ ഒരു സബ്സെറ്റ് മാത്രം എടുത്തിട്ടായിരിക്കാം ഒരു യൂസറിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വെർച്വൽ ഡേറ്റ ആയിരിക്കാം, അതായത് ഈ ഡേറ്റാബേസിലെ ഡേറ്റയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വേറെ രീതിയിലൊരു റിപ്പോർട്ടായിരിക്കാം കാണേണ്ടത്. അതിപ്പോൾ ഒരു ഡേറ്റാബേസിൽ സപ്പോസ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു സെമസ്റ്ററിന് എല്ലാ സബ്ജക്റ്റിനും കിട്ടിയ മാർക്കുകൾ അവിടെ ഉണ്ടെന്നായിരിക്കാം. അതേസമയം ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഒരു റിപ്പോർട്ട് എടുക്കണം. ആ റിപ്പോർട്ടിനകത്ത് സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടൽ മാർക്ക്, ഓരോ സെമസ്റ്ററിൻ്റെയും ടോട്ടൽ മാർക്കാണ് വേണ്ടത്. അപ്പോൾ ഡേറ്റാബേസിൽ ശരിക്കും ആ ടോട്ടൽ മാർക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവില്ല, ഓരോ സബ്ജക്റ്റിൻ്റെ മാർക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ സ്റ്റോർ ചെയ്തിട്ടില്ലാത്ത ടോട്ടൽ മാർക്കാണ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഇൻ്റർഫേസിൽ ചിലപ്പോൾ കാണേണ്ടി വരിക. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? അതിൽ ഡേറ്റാബേസിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് എടുത്ത് ആഡ് ചെയ്തൊരു ഡേറ്റ, ആ ഡേറ്റനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടായിരിക്കും ആ റിപ്പോർട്ടിൽ കാണിക്കുക. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് കാണുന്ന ആളുടെ വ്യൂ എന്ന് പറഞ്ഞാൽ അവിടെ ടോട്ടൽ മാർക്ക് വരുന്നുണ്ട്, ആക്ച്വൽ ഡേറ്റാബേസിൽ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വെർച്വൽ
ഇൻഡിവിജ്വൽ ഡേറ്റ ആയിരിക്കാം വ്യൂവിൽ വരുന്നത്. അപ്പോൾ ഓരോ യൂസറിനും അവർക്ക് ആവശ്യമുള്ള വ്യൂ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വ്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിഫറെൻറ്റ് സെക്ഷൻ തന്നെയുണ്ട് DBMSൽ. അങ്ങനെ ഡിഫറെൻറ്റ് വ്യൂസ് പ്രൊവൈഡ് ചെയ്യുക മൾട്ടിപ്പിൾ യൂസേഴ്സിന് എന്നുള്ളത് DBMSൻ്റെ ഒരു ഫംഗ്ഷനാണ്. ദെൻ ഷെയറിംഗ് ഓഫ് ഡേറ്റ ആൻഡ് മൾട്ടി യൂസർ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് അനദർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് DBMS. അപ്പോൾ ഒരു മൾട്ടി യൂസർ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ DBMSനെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഒരേ ഡേറ്റാബേസിൻ്റെ മൾട്ടിപ്പിൾ യൂസേഴ്സ് ഒരേ സമയത്ത് ആക്സസ് ചെയ്യുന്നുണ്ടാകും. അതാണ് മൾട്ടി യൂസർ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. സോ എ മൾട്ടി യൂസർ DBMS മസ്റ്റ് ഇൻക്ലൂഡ് കൺകറൻസി control software to ensure that several users trying to update the same data do so in a controlled manner so that the result of the update is correct. അതായത് മൾട്ടി യൂസർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൾട്ടി യൂസർ DBMS ആണെങ്കിൽ മൾട്ടിപ്പിൾ യൂസേഴ്സ് DBMS ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കൺകറൻസി കൺട്രോൾ ഉണ്ടായിരിക്കണം. കൺകറൻസി കൺട്രോൾ എന്ന് പറഞ്ഞാൽ കൺകറൻ്റ് ആയിട്ട് മൾട്ടിപ്പിൾ യൂസേഴ്സ് ഒരേ കാര്യം ആക്സസ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുകയെന്നുണ്ടെങ്കിൽ ആ അപ്ഡേറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് ഇപ്പം എനിക്ക് തന്നെ പല രീതിയിൽ ഇപ്പോൾ എൻ്റെ ATM കാർഡ് ഞാൻ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് ATMൽ പോയിട്ട് കാശെടുക്കാം. അതേ സമയത്ത് എനിക്ക് വേണമെങ്കിൽ ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്താം. ഇത് രണ്ടും ഒരേ മൊമെൻറ്റിൽ നടക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നടത്താൻ പറ്റണം. രണ്ട് യൂസേഴ്സ് ഒരേ അക്കൗണ്ടിന് ആക്സസ് ചെയ്യാമെന്നുണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് തന്നെ അത് അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ സെയിം മൊമെൻറ്റിൽ തന്നെയാണ് ആ ATM ട്രാൻസാക്ഷനും എൻ്റെ ഓൺലൈൻ ട്രാൻസാക്ഷനും നടന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് എൻ്റെ അക്കൗണ്ടിൽ 10,000 റുപ്പീസ് ഉണ്ട്. 10,000 ആണ് അക്കൗണ്ടിലുള്ളത്. ATMൽ നിന്ന് ഞാനൊരു 1,000 വിഡ്രോ ചെയ്യാൻ നോക്കുകയാണ്. അതേ സമയത്ത് ഇപ്പോൾ ATM കാർഡ് വെച്ചിട്ട് 1,000 വിഡ്രോ ചെയ്യാൻ നോക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴി വേറൊരു 1,000 ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുകയെന്ന് ഇരിക്കുക. അപ്പോൾ ഈ രണ്ട് ട്രാൻസാക്ഷനും കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ വേണ്ടത്? നമ്മുടെ അക്കൗണ്ടിലെ ബാലൻസ് 10,000 -1,000 ഈ 2 തവണ 1,000 അതിനകത്തുനിന്ന് സബ്ട്രാക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ 8,000 എന്നാണ് റിസൾട്ട് കിട്ടേണ്ടത്. അതേസമയം ഇപ്പോൾ ഞാൻ ATMൽ പോയിട്ട് ബാലൻസ് നോക്കുന്ന സമയത്ത് അവിടെ 10,000 ഉണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് 10,000 കുറച്ച് കഴിയുമ്പോൾ 9,000 ആണ് ബാലൻസ് വേണ്ടത്. അതേസമയം ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് 10,000 ആണ് ബാലൻസ്. ആ ഒരു 1,000 ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 9,000 ആവണം. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ആ രീതിയിൽ ട്രാൻസാക്ഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 8,000 എന്നുള്ള റിസൾട്ട് ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ അങ്ങനെ കൺകറൻ്റായിട്ട് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് നടക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ പെർഫെക്റ്റായിട്ട് തന്നെ നടക്കാനുള്ള ഒരു കൺകറൻസി കൺട്രോൾ മെക്കാനിസം അവിടെ വേണം. ആൻഡ് ദ സിസ്റ്റംസ് ദാറ്റ് ഹാൻഡിൽ മൾട്ടിപ്പിൾ transactions concurrently are called ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിനെ OLTP ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻസ് എന്നാണ് പറയുക. അപ്പോൾ എന്താണ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചാൽ എ ട്രാൻസാക്ഷൻ ഇസ് ആൻ എക്സിക്യൂട്ടിംഗ് പ്രോഗ്രാം ഓർ പ്രോസസ് ദാറ്റ് ഇൻക്ലൂഡ്സ് വൺ ഓർ മോർ ഡേറ്റാബേസ് ആക്സസസ് സച്ച് ആസ് റീഡിംഗ് ഓർ അപ്ഡേറ്റിംഗ് ഓഫ് ഡേറ്റാബേസ് റെക്കോർഡ്സ്. ഡേറ്റാബേസ് റെക്കോർഡ്സിനെ റീഡ് ചെയ്യുക അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഒന്നോ അതിലധികമോ പ്രോസസ്സുകൾ ചേർന്നതാണ് നമ്മളൊരു ട്രാൻസാക്ഷൻ എന്ന് പറയാം. സോ ദി DBMS മസ്റ്റ് എൻഷ്യൂർ സെവറൽ ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടീസ്. അതിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം ആണെങ്കിൽ അതിന് കുറേ ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതെല്ലാം DBMS എൻഷ്യൂർ ചെയ്യണം. ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ 4 പ്രോപ്പർട്ടീസാണ്: അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ ആൻഡ് ഡ്യൂറബിലിറ്റി. ഇതിനെ നമ്മൾ ആസിഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയും. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളത് നമ്മൾ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം എൻഷ്യൂർ ചെയ്യണം DBMS. ദെൻ നെക്സ്റ്റ് ആക്ടേഴ്സ് ഓൺ ദി സീൻ. അതായത് ഒരു ഡേറ്റാബേസ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന ആക്ടേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പേഴ്സൺസ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള അതാരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പേഴ്സൺ ഇസ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഓർ DBA. DBA is responsible for authorizing access to the database, coordinating and monitoring its use, and acquiring software and hardware resources as needed. അതായത് നമ്മൾ ഡേറ്റാബേസിൻ്റെ ചാർജ് ഒരാൾക്ക് കൊടുക്കുകയാണ്, കംപ്ലീറ്റ് ചാർജ്. ആ ആളെയാണ് നമ്മൾ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയാം. അതായത് ആ ഡേറ്റാബേസിലേക്ക് ഡിഫറെൻറ്റ് യൂസേഴ്സിൻ്റെ ആക്സസ് ഓതറൈസ് ചെയ്യുക, അതിന് ഡേറ്റാബേസിൻ്റെ ആക്സസ് കോർഡിനേറ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ റിസോഴ്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ അക്വയർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഡേറ്റാബേസിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക പ്രോപ്പറായിട്ട്. അതാണ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ ആളുടെ ജോലി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആക്ടർ ഇസ് ഡേറ്റാബേസ് ഡിസൈനർ. ഡേറ്റാബേസ് ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡേറ്റാബേസ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ള ആൾക്കാർ. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഐഡൻറ്റിഫൈയിങ് ദി ഡേറ്റ ടു ബി സ്റ്റോർഡ് ഇൻ ദി ഡേറ്റാബേസ് ആൻഡ് ഫോർ ചൂസിങ് അപ്രോപ്രിയേറ്റ് സ്ട്രക്ചർ ടു റെപ്രസെൻറ്റ് ആൻഡ് സ്റ്റോർ ദിസ് ഡേറ്റ. അപ്പോൾ ഒരു ഡേറ്റാബേസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത്
എന്തൊക്കെ ഡേറ്റയാണ് അതിനകത്ത് സ്റ്റോർ ചെയ്യേണ്ടത്, അത് എന്ത് സ്ട്രക്ചറിൽ എന്ത് ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു ലൈബ്രറിയുടെ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഡേറ്റ കളക്ട് ചെയ്തിട്ട് അതിനകത്ത് സ്റ്റോർ ചെയ്യണം, എങ്ങനെയാണ് ഓരോ ടേബിളും നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്, ഓരോ ടേബിളിന് എന്തൊക്കെ കോളംസ് വേണം, നമ്മളുടെ റിലേഷൻഷിപ്പ് എന്താണ്, ഇതൊക്കെ ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് ഏതൊക്കെ യൂസേഴ്സ് വരും സീനിൽ, ആ ഓരോ യൂസറിനും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ആവശ്യം വരിക, ഓരോ യൂസറിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഡേറ്റാബേസിനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഡേറ്റാബേസ് ഡിസൈനേഴ്സ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ആക്ടർ ഇസ് എൻഡ് യൂസർ. എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡേറ്റാബേസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആർ ദി പീപ്പിൾ ഹൂസ് ജോബ്സ് റിക്വയർ ആക്സസ് ടു ദി ഡേറ്റാബേസ്. ഈ ഡേറ്റാബേസിനെ ആക്സസ് ചെയ്യുക എന്നുള്ളത് അവരുടെ ജോബിൻ്റെ പാർട്ടായിട്ട് വരുന്ന ആൾക്കാർ. ഫോർ ക്വറിയിങ്, അപ്ഡേറ്റിംഗ് ആൻഡ് ജനറേറ്റിംഗ് റിപ്പോർട്ട്സ്. അവർ ഡേറ്റാബേസിനെ യൂസ് ചെയ്യുക, അതിനെ ക്വറി ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഡേറ്റാബേസിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എൻഡ് യൂസേഴ്സ് എന്ന് പറയാം. ഈ എൻഡ് യൂസേഴ്സിനെ തന്നെ പല ടൈപ്പായിട്ട് നമ്മൾ പല കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാഷ്വൽ എൻഡ് യൂസേഴ്സ്, നെയ്വ് ഓർ പാരാമെട്രിക് എൻഡ് യൂസേഴ്സ്, സോഫിസ്റ്റിക്കേറ്റഡ് എൻഡ് യൂസേഴ്സ് ആൻഡ് സ്റ്റാൻഡ് അലോൺ എൻഡ് യൂസേഴ്സ്. കാഷ്വൽ എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ യൂസ് ഡേറ്റാബേസ് വെരി ഒക്കേഷണലി ആക്സസ് ദി ഡേറ്റാബേസ് ബട്ട് ദേ മേ നീഡ് ഡിഫറെൻറ്റ് ഇൻഫോർമേഷൻ ഈച്ച് ടൈം. അപ്പോൾ ഒക്കേഷണലി വല്ലപ്പോഴും മാത്രമായിരിക്കും ഡേറ്റാബേസ് അവർ ആക്സസ് ചെയ്യുക, പക്ഷേ ഓരോ തവണ ആക്സസ് ചെയ്യുമ്പോൾ അവർ ഓരോ കാര്യത്തിനായിരിക്കും ഡേറ്റാബേസ് ആക്സസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു കമ്പനിയിലെ മാനേജർ അയാളായിരിക്കില്ല ആ ഡേറ്റാബേസ് നോക്കുന്ന ആൾ, പക്ഷേ ഇടയ്ക്ക് അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു പെർഫോമൻസ് ചെക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും റിപ്പോർട്ട് എടുത്ത് നോക്കണം, അങ്ങനെയുള്ള വളരെ റെയറായിട്ട് ഒക്കേഷണലി ആയിരിക്കും ആക്സസ് ചെയ്യുക. പക്ഷേ ഓരോ തവണയും എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അത് നോക്കാൻ വേണ്ടിയായിരിക്കും എടുക്കുക. അപ്പോൾ ഓരോ തവണയും അവരുടെ ആവശ്യങ്ങൾ ഓരോന്നായിരിക്കും. ഇപ്പോൾ ഡിഫറെൻറ്റ് ഇൻഫർമേഷൻ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഓരോ തവണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള യൂസേഴ്സിനെയാണ് കാഷ്വൽ എൻഡ് യൂസേഴ്സ് എന്ന് പറയുക. അപ്പോൾ അവരുടെ ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു സ്പെസിഫിക് റിക്വയർമെൻറ്റ് എന്താണോ അതിന് വേണ്ടിയിട്ടുള്ള ക്വറീസ് ബിൽഡ് ചെയ്തിട്ട് അത് വെച്ചിട്ടൊക്കെ ആയിരിക്കും അത് ആക്സസ് ചെയ്യുക. ദെൻ നെയ്വ് ഓർ പാരാമെട്രിക് എൻഡ് യൂസേഴ്സ്, ദേ സ്പെൻഡ്സ് മോസ്റ്റ് ഓഫ് ദെയർ ടൈം ഇൻ ക്വറിയിങ് ആൻഡ് അപ്ഡേറ്റിംഗ് ഡേറ്റാബേസസ് യൂസിങ് സ്റ്റാൻഡേർഡ് ടൈപ്സ് ഓഫ് ക്വറീസ്. അവർ യൂസ് ചെയ്യുക വളരെ സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓഫ് ക്വറീസ് ആയിരിക്കും. അവർ കൂടുതൽ സമയം ഇതിങ്ങനെ ഡേറ്റാബേസ് ക്വറി ചെയ്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അതായത് ഇപ്പോൾ ബാങ്കിലെ ഒരു ടെല്ലർ, അതായത് ഇപ്പോൾ ബാങ്കിലൊരു കൗണ്ടറിലിരിക്കുന്ന ക്ലർക്ക്, ആ ഒരാളായിരിക്കും അവിടെ ചെല്ലുന്ന കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ട്രാൻസാക്ഷൻസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറേ പേര് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വരും, അതിനകത്ത് വിഡ്രോ ചെയ്യാൻ വരും, ബാലൻസ് ചെക്ക് ചെയ്യാൻ വരും, അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അക്കൗണ്ടിൻ്റെ ബാലൻസ് നോക്കുക, അത് ട്രാൻസാക്ഷൻ ചെയ്യുക, അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡ് ടൈപ്സ് ഓഫ് ക്വറീസ് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂസേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നേവ് യൂസേഴ്സ് എന്ന് പറയും. ദെൻ സോഫിസ്റ്റിക്കേറ്റഡ് എൻഡ് യൂസേഴ്സ്. സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് ലൈക്ക് എഞ്ചിനീയേഴ്സ്, സയൻറ്റിസ്റ്റ് ആൻഡ് ബിസിനസ് അനലിസ്റ്റ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ക്വറീസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡേറ്റാബേസിന് ആക്സസ് ചെയ്യുന്ന ആൾക്കാർ. ഹു ആക്സസ് ദി ഡേറ്റാബേസ് ടു ഇംപ്ലിമെൻറ്റ് ദെയർ ഓൺ ആപ്ലിക്കേഷൻസ് ടു മീറ്റ് ദെയർ കോംപ്ലക്സ് റിക്വയർമെൻറ്റ്സ്. അവരുടെ കോംപ്ലക്സ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റാബേസിനെ യൂസ് ചെയ്യുന്ന ആൾക്കാർ, അവരെയാണ് സോഫിസ്റ്റിക്കേറ്റഡ് എൻഡ് യൂസേഴ്സ് എന്ന് പറയുക. ദെൻ സ്റ്റാൻഡ് അലോൺ എൻഡ് യൂസേഴ്സ്, ദേ മെയിൻറ്റെയിൻ പേഴ്സണൽ ഡേറ്റാബേസസ് ബൈ യൂസിങ് റെഡിമെയ്ഡ് പ്രോഗ്രാം പാക്കേജസ് ദാറ്റ് പ്രൊവൈഡ് ഈസി ടു യൂസ് മെനു ബേസ്ഡ്, ഗ്രാഫിക്സ് ബേസ്ഡ് ഇൻ്റർഫേസസ്. ഒരു ഗ്രാഫിക്സ് ബേസ്ഡ് ഇൻ്റർഫേസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അവരുടെ എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റാബേസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, അവരാണ് സ്റ്റാൻഡ് അലോൺ എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉള്ള സിസ്റ്റം ആയിരിക്കില്ല, അവരൊരു യൂസറേ ഉണ്ടാവുള്ളൂ, അവരവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡേറ്റാബേസ് യൂസ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ആക്ടേഴ്സ് സിസ്റ്റം അനലിസ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. ഇവരെ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഡേറ്റാബേസ് എഞ്ചിനീയേഴ്സ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ആൾക്കാർ സിസ്റ്റം അനലിസ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. സിസ്റ്റം അനലിസ്റ്റ് ഡിറ്റർമൈൻ ദി റിക്വയർമെൻറ്റ്സ് ഓഫ് എൻഡ് യൂസേഴ്സ് ആൻഡ് ഡെവലപ്പ് സ്പെസിഫിക്കേഷൻസ് ഫോർ ട്രാൻസാക്ഷൻസ് ദാറ്റ് മീറ്റ് ദെയർ റിക്വയർമെൻറ്റ്സ്. നമ്മുടെ എൻഡ് യൂസേഴ്സിൻ്റെ സാധാരണ എൻഡ് യൂസേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രാൻസാക്ഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അവരെ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്ന് പറയും, അതിലെ സിസ്റ്റം അനലിസ്റ്റ് എന്ന് പറയും. അവരാണ് ഈ റിക്വയർമെൻറ്റ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ ഡേറ്റാബേസിനെ യൂസ് ചെയ്യുന്ന ആൾക്കാർ. ദെൻ അടുത്ത ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഇസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. ദേ ഇംപ്ലിമെൻറ്റ് ദീസ് സ്പെസിഫിക്കേഷൻസ് ആസ് പ്രോഗ്രാംസ്. ദെൻ ദേ ടെസ്റ്റ്, ഡീബഗ്, ഡോക്യുമെൻറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ദീസ് ട്രാൻസാക്ഷൻസ്.
അപ്പോൾ ഈ സിസ്റ്റം അനലിസ്റ്റ് അവർ ക്രിയേറ്റ് ചെയ്ത സ്പെസിഫിക്കേഷൻസൊക്കെ അനുസരിച്ചിട്ട് അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പ്രോഗ്രാംസ് എഴുതുക, ആ പ്രോഗ്രാംസിനെ ടെസ്റ്റ് ചെയ്യുക, ഡിബഗ് ചെയ്യുക, ഡോക്യുമെൻറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യണ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, അതിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് പറയാം. അപ്പോൾ അവരും ഡേറ്റാബേസ് എന്ന് പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ വരുന്ന ആക്ടേഴ്സാണ്. അപ്പോൾ ഇത്രയാണ് ഡേറ്റാബേസിൻ്റെ ഒരു ഓവറോൾ ഡേറ്റാബേസ് അല്ലെങ്കിൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ഓവറോൾ ഐഡിയ എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് എന്തിനാണ് നമ്മൾ DBMS അപ്രോച്ചിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ DBMSൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.